അറിയത്തില്ല അതെങ്ങനെ ചെയ്യണം. പക്ഷേ നമ്മൾ എന്താ ചെയ്യുക? ഐ വിൽ ട്രൈ. നമ്മളെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മളെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. എല്ലാം നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ ഓൺലി തിങ് ഈസ് വി ഹാവ് ടു ട്രൈ. ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ല. ഒരിക്കലും നിങ്ങൾ നോ പറയണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും നോ പറഞ്ഞ് അതിനെ തള്ളി കളയരുത്. ഫോർ എക്സാമ്പിൾ, യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ദൈവം നോ പറഞ്ഞാൽ ഇന്ന് നമ്മളിവിടെ ഇരിക്കുമോ? ഇല്ല, ഒരിക്കലും നമ്മളിവിടെ. നമ്മൾ എത്ര ഓരോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു അതിനെല്ലാം നമ്മൾ പണിഷ്മെൻറ്റ് വി ഹാവ് ടു ബിയർ. വി വോണ്ട് ബി ഇൻ ദിസ് വേൾഡ്. സോ ദ യേശുപ്പച്ചൻ വെരി നോ. ഹി ഹാസ് നെവർ സെഡ് നോ. ഹി ക്യാൻ ഡു ഇറ്റ്. അപ്പം അതുപോലെ തന്നെ നമുക്കും ദൈവം എല്ലാ കഴിവുകളും തന്നിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോ പറയാതെ നമ്മളത് യൂസ് ചെയ്യണം. ആഷേരും അങ്ങനെ ആയിരുന്നു. ആഷേനെ ആദ്യം ലീഡർഷിപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആഷേർ വിചാരിച്ചത് എന്നെക്കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ആഷേർ പറഞ്ഞു, ഓക്കെ മിസ്, ഐ വിൽ ട്രൈ, ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആഷേർ ഉത്തരവാദിത്തോടെ അവൻ്റെ സയൻസിൻ്റെ ക്ലാസ്സിലെ പ്രൊജക്റ്റ് 8-10 പിള്ളേരെ വിളിച്ച് ആ പ്രൊജക്റ്റ് സൂപ്പറായിട്ട് അവന് ചെയ്തു. അവൻ എങ്ങനെ ചെയ്യണമെന്ന് അവൻ അറിയത്തില്ല. അവൻ ചെന്ന് ടീച്ചറിനോട് ചോദിച്ചു, മിസ് ഞാൻ എന്താ ചെയ്യേണ്ടി, എനിക്ക് ഓരോ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. മിസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ അതുപോലെ ആഷേർ ചെയ്തു. ആഷേർ ചെയ്തപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരെ ഫസ്റ്റ് വാങ്ങിച്ച്. നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തം നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ വി ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ആസ്ക് ടു ദ ലീഡേഴ്സ് എങ്ങനെ ചെയ്യണം. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ കറക്റ്റ് ഗൈഡൻസ് തരും. ആ ഗൈഡൻസ് പ്രകാരം നമ്മൾ പോകണം. അത് ഒരു കാര്യം പോലും ഒരിക്കൽ പോലും നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി നമ്മളത് മിസ്സാക്കരുത്. നോ പറയരുത്. നോ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യും. പിന്നെ നമുക്ക് ആഗ്രഹിച്ചാൽ പോലും കിട്ടത്തില്ല. ആഗ്രഹിച്ചാൽ പോലും നമുക്കത് കിട്ടത്തില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഗ്രാബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മെമ്മറി വേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നു. ആഷർ ഇന്നത്തെ മെമ്മറി വേഴ്സ് വേഗത്തിലിടുന്നു. ഇന്നത്തെ മെമ്മറി വേഴ്സ് ഇന്നത്തെ മെമ്മറി വേഴ്സിലേക്ക് പോകുന്നു. ബൈബിൾ ഉള്ളവർ വേഗത്തിൽ ബൈബിൾ എടുക്കുന്നു. നമ്മൾ ഇന്നത്തെ മെമ്മറി വേഴ്സ് പഠിക്കാനായിട്ട് പോകുന്നു. യെസ്, ടുഡേസ് മെമ്മറി വേഴ്സ് ഈസ് 1 കൊരിന്ത്യർ 5:20. 1 കൊരിന്ത്യർ 5:20. ആരാ വേഗത്തിൽ ചാടി എണീറ്റ് വായിക്കുന്നത്? 1 കൊരിന്ത്യർ 5:20. 1 Corinthians chapter 5 verse 20. 1 Corinthians അത് പറയണ്ടേ? എന്നാ 2 Corinthians chapter 5 verse 20. Yes, 2 Corinthians chapter 5 verse 20. മോനെ എഴുന്നേറ്റ് നിന്ന് വായിക്കണം. വെരി ഗുഡ്. യെസ്, അപ്പൊ 2 കൊരിന്ത്യർ 5:20 വേഗം പറയുന്നു. 2 കൊരിന്ത്യർ 5:20 ഉറക്കെ പറയുന്നു. 2 കൊരിന്ത്യർ 5:20. നമ്മുടെ ലീഡർ മലയാളം വായിക്കാൻ അറിയത്തില്ല. തൊട്ടിപ്പുറത്തിരിക്കുന്ന മോൾ ഓടി വരുന്നു. അവിടെ ഇരുന്നോണ്ടല്ല, ഇങ്ങോട്ട് വരുന്നു, ഓടി വരുന്നു. യെസ്, കുറേ നേരം എന്നെ കണ്ണ് കാണിക്കുന്നുണ്ട്, എനിക്കൊരു അവസരം ഉണ്ടായോ എന്ന്. ഓക്കെ, അപ്പോൾ വേഗത്തിൽ ഇവരെ ഈ മെമ്മറി വേഴ്സ് ഒന്ന് വായിച്ച് പഠിപ്പിക്കുന്നു. ഓരോ വേർഡ്സ് പറയുന്നു. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ചേർന്ന് പറഞ്ഞു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഉറക്കെ പറയുന്നു. ഒന്നുകൂടെ നമ്മൾ പറയുന്നു. 2 കൊരിന്ത്യർ 5:20. സൗണ്ട് പോരെ, ഇച്ചിരി ഉറക്കെ പറഞ്ഞു. 2 കൊരിന്ത്യർ 5:20. 2 കൊരിന്ത്യർ 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഇനി ഗേൾസ് ഉറക്കെ പറഞ്ഞു. റെഡിയാണോ മക്കളെ? ഉറക്കെ പറയാൻ റെഡിയാണോ? Are you ready? Yes. I
Jen, ready, 1, 2, 3, start. 2 Corinthians 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. കാണാതെ പഠിച്ചോ ബോയ്സ് പഠിച്ചോ? ഇവിടെ കാണാതെ വേഗത്തിൽ ഒരിക്കൽ കൂടെ നമ്മൾ ഈ ഒരുമിച്ച് വാക്ക് ഒരുമിച്ച് പറയുന്നു. ഉറക്കെ പറയാൻ റെഡിയാണോ? Are you ready, boys and girls? So പോരാ ഇച്ചിരി ഉറക്കെ. Ready? Are you ready? Okay, ready, 1, 2, 3, start. 2 Corinthians പോരാ 2 Corinthians 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു മോളെ. സാർ ഒരു മുട്ടയും കൊടുത്തേ നമ്മുടെ ഈ മോൾക്ക്. ഓക്കെ, പേരെന്തായിരുന്നു? അക്സയ്ക്ക് വേണ്ടി നല്ലൊരു കൈയടി. അപ്പൊ നമ്മുടെ നല്ല ആഗ്രഹത്തെ മാനിക്കുന്ന ആരുണ്ട്? നല്ല ആഗ്രഹത്തെ അറിയുന്ന ആരുണ്ട് മക്കളെ? യേശുപ്പച്ച് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ നല്ല ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് നല്ലൊരു ആക്ട് നമ്മൾ പറഞ്ഞില്ല, ഇന്ന് രാവിലെ നമ്മളെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് നമ്മളെ കാണാൻ എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? അതാ എത്തിയല്ലോ. അല്ല, വരുന്നുണ്ട്. അയ്യോ, അത് വരുന്നുണ്ട്. അത് നമ്മൾ ഇവിടുത്തെ പാസ്റ്റങ്ങളായിരുന്നു. വരുന്നുണ്ട്. അപ്പം ഗസ്റ്റ് റെഡി അല്ലേ? അതാ എത്തി. വരുന്നുണ്ട്. മോനെ ഇങ്ങോട്ട് നോക്കടാ സുന്ദര. സിക്രുമോനെ ഇങ്ങോട്ട് നോക്കടാ. വരും ഗസ്റ്റ് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഗസ്റ്റ് റെഡിയാണ്. അപ്പൊ നമ്മൾ വേഗത്തിൽ ഒരു പാട്ട്, നമ്മുടെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, ഒരു പാട്ട് കൂടെ നമ്മൾ പഠിച്ചിട്ട് അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ വേഗത്തിൽ നമുക്ക് ബാക്കിയുള്ള പാട്ടുകളെല്ലാം ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നു. അപ്പൊ റെഡിയാണോ മക്കളെ? അയ്യോ, എങ്ങനെ പോരാ? റെഡിയാണോ? Are you ready? Yes. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പ്ലേ ചെയ്യാം. പാട്ട് ഇഷ്ടമാണല്ലോ. നല്ല മനോഹരമായ പാട്ടുകളായിരുന്നു അല്ലേ? ഇന്ന് ഏതായിരുന്നു പാട്ട്? എന്താ മറന്നോ? ഹാപ്പിയാ. നമ്മൾ എങ്ങനെയായിരിക്കണം? എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഓക്കെ, അപ്പൊ സോങ് നമ്പർ സക്കായി വരുന്ന സോങ്. യെസ്, ഓ മിടുക്കി. എത്രയായിരുന്നു? 13. പേരെന്തുവാ? അബിയ. പേര് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഇനി എനിക്ക് അറിയത്തില്ല, 5ലോട്ടായിരിക്കും. എത്രയാണ് പഠിക്കുന്നേ? 5. ഇനി 5ലോട്ട്. നല്ലൊരു കൈയടി നമ്മുടെ അബിയയ്ക്ക് കൊടുക്കുന്നു. വീണ്ടും കിട്ടുന്ന 300 പോയിന്റ്. ഓ മിടുക്കി, 300 പോയിന്റ്. പാട്ട് പുസ്തകം എടുത്തോ. വേഗം എടുക്കുന്നു. 13ാമത്തെ പാട്ട്. സോങ് നമ്പർ 13. സോങ് നമ്പർ 13 എടുക്കുന്നു. യെസ്, നമ്മൾ ഒരുമിച്ച് പാട്ടിലേക്ക് പോകുന്നു. ആർത്തിയുള്ളൊരു സക്കായി അത്തിമരക്കൊമ്പിൽ ചാടി കയറി. യെസ്, ഒരു ക്ലാപ്പ് അടിച്ചേ. യെസ്, ക്ലാപ്പ്. ബോയ്സ് ക്ലാപ്പ് അടിച്ച് നല്ലോണം. ആർത്തിയുള്ളൊരു സക്കായി യേശുവിനെ കണ്ടിടാൻ അത്തിമരക്കൊമ്പിന്മേൽ ചാടിക്കയറി. ആർത്തിയുള്ളൊരു സക്കായി യേശുവിനെ കണ്ടിടാൻ അത്തിമരക്കൊമ്പിന്മേൽ ചാടിക്കയറി. പെപ്പരപ്പ ചുഞ്ചലക നെമ്മരമ തുണ്ടലക ബൂം 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 ബൂം. പെപ്പരപ്പ ചുഞ്ചലക നെമ്മരമ തുണ്ടലക ബൂം 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 ബൂം. Come on, clap your hands. Yes. Boys, നല്ലൊരു കൈയടി. ഉയരക്കാരൊക്കില്ലല്ലോ, ഉയരപ്പറക്കേണ്ട
കണ്ടാൽ നീ രക്ഷപ്പെട്ടു, പിന്നത്തേക്കാക്കിയ ഗുലുമാലാകും. ഇപ്പോൾ കണ്ടാൽ നീ രക്ഷപ്പെട്ടു, പിന്നത്തേക്കാക്കിയാൽ ഗുലുമാലാകും. അത് വേണോ, അത് വേണോ, അത് വേണോ, വേണ്ടായേ. അത് വേണോ, അത് വേണോ, അത് വേണോ, വേണ്ടായേ. പെപ്പരപ്പ ചുന്തലക ഹ ഹ ഹ ഹ, പെപ്പരപ്പ ചുന്തലക ബും 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 ബും. പെപ്പരപ്പ ചുന്തലക ഹ ഹ ഹ ഹ, പെപ്പരപ്പ ചുന്തലക ബും ബും ബും. റെഡിയാണോ? റെഡിയാണോ? ഇത് Sound പോരാ, ഇത് പോരാ, പോരാ. ഇച്ചിരി ഉറക്കെ Are you ready? ചൂട് ഉറക്കെ പറഞ്ഞാലേ കേക്കത്തുള്ളൂ. നമ്മുടെ Guest ഫ്രണ്ട് വരത്തുള്ളൂ. നമ്മുടെയൊക്കെ ഉറക്കെ ബെസ്റ്റ് പറഞ്ഞാലേ. ഫ്രണ്ടാണ്. നിങ്ങളൊക്കെ ഏറ്റവും ഇഷ്ടം. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഇവിടുത്തെ VVS എങ്ങനെയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, അടിപൊളിയാ, സൂപ്പറാ എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഞാനും വരുവാ കാണാനെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരുമിച്ച് വെൽക്കം ചെയ്യാം. വെൽക്കം ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? വെൽക്കം ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യണ്ടേ? വെൽ 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 Come, come. ആ Well, well, come, come. Welcome. ഫ്രണ്ട്, വെൽക്കം ഫ്രണ്ട്. ഓക്കേ, ഉറക്കെ പറയണേ. റെഡി? ഉറക്കെ പറഞ്ഞോണ്ടിരിക്കണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. വെൽ 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 കം കം കം, വെൽ വെൽ കം കം, വെൽക്കം ഫ്രണ്ട്. ഒരുമിച്ച് വെൽ 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 കം കം കം, വെൽ വെൽ കം കം, വെൽക്കം പറഞ്ഞോണ്ടിരിക്കുക. വെൽ 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 Come, come, come. ചുടരുകേ. Come, come, welcome. ചുടരുക. വെൽ 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 Come, come, come. Well, well, come, come, welcome. ഒരുമിച്ച് വെൽ വെൽ വെൽ. ഓ, നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട്. ഒരിക്കൽ കൂടി ഉറക്കെ പറയുന്നു. വെൽ 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 Come, come, come. വെൽ വെൽ കം കം, വെൽക്കം ഫ്രണ്ട്. ഒരുമിച്ച് വെൽ വെൽ വെൽ. യേശുവിനെ കണ്ടിടാൻ അത്തിമരക്കൊമ്പിന്മേൽ ചാടിക്കയറി ആർത്തിയുള്ളൊരു സക്കായി. യേശുവിനെ കണ്ടിടാൻ അത്തിമരക്കൊമ്പിന്മേൽ ചാടിക്കയറി. പെപ്പരപ്പ ചുന്തലക ഹ ഹ ഹ ഹ, പെപ്പരപ്പ ചുന്തലക ബും 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 ബും. പെപ്പരപ്പ ചുന്തലക ഹ ഹ ഹ ഹ, പെപ്പരപ്പ ചുന്തലക ബും 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 ബും. Yes. എല്ലാവരും ഒന്ന് ആടിക്കേ. Come on, everyone. Yes, yes, yes. ഉയരക്കാരൊക്കില്ലല്ലോ, ഉയരം പറക്കേണ്ടേ അന്നൊരു നാളിൽ. ഉയരത്തെ കാര്യാക്കിയാലൊക്കില്ലല്ലോ, ഉയരെ പറക്കണ്ടേ അന്നൊരു നാളിൽ. കിട്ടിയ അവസരം നീ പാഴാക്കിയാൽ പിന്നീടുണ്ടല്ലോ നിന്നെഞ്ചുരുകിടും. കിട്ടിയ അവസരം നീ പാഴാക്കിയാൽ പിന്നീടുണ്ടല്ലോ നിന്നെ ചുരുങ്ങിടും. അത് വേണോ, അത് വേണോ, അത് വേണോ, വേണ്ടായേ. അത് വേണോ, അത് വേണോ, അത് വേണോ, വേണ്ടായേ. പെപ്പരപ്പ ചുന്തലക ഹ ഹ ഹ ഹ, പെപ്പരപ്പ ചുന്തലക ബും 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 ബും. പെപ്പരപ്പ ചുന്തലക ഹ ഹ ഹ ഹ, പെപ്പരപ്പ ചുന്തലക ബും ബും. ഹലോ, ഹലോ. ഒന്ന് ഹായ് എന്ന് പറഞ്ഞേ. ഇങ്ങനെ പോരാ, നമ്മളെ ഫ്രണ്ട് ദൂരെ നിന്ന് അങ്ങ് വന്നല്ലേ. ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഒരു നല്ലൊരു ഒച്ചത്തിൽ ഹലോ എന്ന് പറഞ്ഞേ. ഇച്ചിരി ഇച്ചിരി ഉറക്കി ഒരു ഹലോ പറഞ്ഞേ. നമ്മുടെ ഈ ഫ്രണ്ടിന്റെ പേര് നിങ്ങൾക്ക് അറിയണോ? നിങ്ങൾ പേര് ചോദിച്ചില്ലേ? പേര് ഉറക്കെ ചോദിച്ചേ. മലയാളം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഉറക്കെ വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചേ. ബണ്ണി. എന്തായിരുന്നു മനസ്സിലായോ? ബണ്ണി. എന്തായിരുന്നു പേര്? ബണ്ണി. നമ്മുടെ ഫ്രണ്ടിന്റെ പേര് എന്താണ്? ബണ്ണി. ഉറക്കെ പറയുന്നു. ബണ്ണി. യെസ്, നമ്മുടെ ഫ്രണ്ടിന്റെ പേര് എന്തായിരുന്നു? ബണ്ണി. ബണ്ണി ഒത്തിരി ദൂരെ നിന്നാ വരുന്നത്. ബണ്ണിയോട് താങ്ക്സ് പറയാം. താങ്ക് യു ബണ്ണി എന്ന് പറഞ്ഞേ. ഓക്കെ, ബണ്ണി എവിടുന്നാ വരുന്നേ? ബണ്ണിക്ക് മലയാളം അറിയത്തില്ല. ബണ്ണി ഷോ, എനിക്ക് എല്ലാം മനസ്സിലായി കേട്ടോ. പക്ഷെ ഒന്നും പറയാൻ പറ്റൂലേ. കേട്ടോ, എനിക്ക് അറിയത്തില്ല. ഒരിക്കൽ കൂടെ ഒരു ട്രൈ ചാൻസ് കൊടുക്കാവേ. ബണ്ണി ബണ്ണി അപ്പോ ബണ്ണി പറയുന്നേ അങ്ങ് ആഫ്രിക്കൻ ലാംഗ്വേജാ സംസാരിക്കുന്നത്. ബണ്ണിക്ക് ഒന്നും അറിയത്തില്ല. ഏത് ഭാഷ പറയുന്നേ? നിനക്ക് എന്തെങ്കിലും ആഫ്രിക്കൻ. മനസ്സിലായോ?
ഒന്നും മനസ്സിലായില്ല. ഏത് ലാംഗ്വേജാ സംസാരിക്കുന്നത്? ആഫ്രിക്കൻ ലാംഗ്വേജാ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബണ്ണിയോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിച്ചേ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? പണ്ട് മാസ്ക് കൊണ്ടുപോകുന്നു. അയ്യോ അതാ ബണ്ണി കേട്ടില്ല. എന്താ സാറേ ചോദിച്ചേ? മാസ്ക് കൊണ്ടുപോകുന്നു. അയ്യോ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ബണ്ണി വീട്ടിലാരൊക്കെ അപ്പോ അയ്യോ ബണ്ണിക്ക് വലിയൊരു മൂത്ത ബ്രദർ ഉണ്ട്, ഒരു ഇളയ ബ്രദർ ഉണ്ട്. എത്ര ബ്രദേഴ്സ് ഉണ്ട്? 2 ബ്രദേഴ്സ്. ഓക്കെ ബണ്ണി, ഓക്കെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ബണ്ണി ചോദിക്കാ കല്യാണം കഴിക്കാനാന്നോന്ന്. പോന്നോ കൂടെ പോന്നോ ആരെങ്കിലും? എത്ര വയസ്സായി ബണ്ണി? 85 വയസ്സാണ് ബണ്ണിക്ക്. നല്ലൊരു കയ്യടിയാണല്ലോ. 85 വയസ്സ് അപ്പച്ചനാണോ? അപ്പൊ ആ ആഗ്രഹം അങ്ങ് വിട്ടേക്ക്, വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ മക്കളെ? ചോദിക്കാറുണ്ടോ? ഇല്ല. ബണ്ണി നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കും. ബണ്ണി പറയാ, കൊച്ചു കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കണം. ഓക്കെ ബണ്ണി, വേറെ എന്താ ചോദിക്കാനുള്ളത്? നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് സൂപ്പറായിട്ട് VBS കളിച്ചോന്ന് ചോദിക്കോ? VBS കളിച്ചോ? VBS സന്തോഷമായിരുന്നോ? ഹാപ്പിയാണോ? ഞങ്ങൾ അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞേ. ഞങ്ങൾ VBS അടിച്ചു പൊളിക്കും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ബണ്ണിയോട് ഞാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ബണ്ണി ഞങ്ങളോട് പറ. ബണ്ണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? Are you ready for dancing? പോരാ കേട്ടോ, ഞാൻ പറഞ്ഞ ഇവിടെ കിടിലൻ പിള്ളേരാ. ഞാൻ പറഞ്ഞ ഇല്ല. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാ. നിങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ വാക്കുകളില്ല. അത് ഉള്ള ഇമേജ് കാണല്ലേ. Are you ready? ഓ സൂപ്പർ ബണ്ണി. ഞങ്ങളോട് ഹാപ്പിയാ? ആക്ഷൻ ഹാപ്പിയാ? ഓ വല്ലാത്തൊരു കാലം ഇഷ്ടമാണ്. വല്ലാത്ത കാലം. നമുക്കൊന്ന് ആക്ഷൻ ചെയ്താലോ ബണ്ണിയുടെ ഒപ്പം? യെസ്, റെഡിയാണോ? ആർ യു റെഡി ഗേൾസ് ആൻഡ് ബോയ്സ്? പോരാ. Are you ready? അപ്പൊ സോങ്ങിലേക്ക് നമ്മൾ പോകുന്നു. ഒരുമിച്ച് നമ്മൾ ആക്ഷൻ കളിക്കുന്നു. എല്ലാരും ഒരുമിച്ച് ടീച്ചേഴ്സ് എല്ലാരും ഒന്ന് എണീറ്റ്. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. Come on everyone together. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI എന്റെ കാലമാ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വേ പൊക്കോണേ. പുറമേ കണ്ടാൽ വൗ 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 അകമേ മുഴുവൻ അയ്യയ്യോ. പുറമേ കണ്ടാൽ വൗ 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 അകമേ മുഴുവൻ അയ്യയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ അയ്യയ്യോ അയ്യയ്യോ. നാണം ഞാൻ നാണം കെട്ടല്ലോ. വല്ലാത്ത കാലമാ നീ
ചൊവ്വെ പൊക്കോണേ വല്ലാത്ത കാലമായി നേരെ ചൊവ്വെ പൊക്കോണേ യെസ് നല്ലത് നോക്കി ചൂസ് ചെയ്യാം ചീത്തയൊക്കെ തള്ളിക്കളയാം നല്ലത് നോക്കി ചൂസ് ചെയ്യാം ചീത്തയൊക്കെ തള്ളിക്കളയാം ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം വല്ലാത്ത കാലമാണി നേരെ ചൊവ്വെ പൊക്കോണേ വല്ലാത്ത കാലമാണി നേരെ ചൊവ്വെ പൊക്കോണേ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മണ്ണിക്ക് ഒരു കാര്യം പറയാനുണ്ട്. One more action. one more action One more action. മണ്ണി which song? ഉയരെ പറക്കും. Wow, ഉയരെ റെഡിയാണോ? പറക്കും. ഒരുമിച്ച് കളിക്കാം. മണ്ണിയോടൊക്കെ കളിക്കാൻ റെഡിയാണോ? റെഡിയാണോ ആർ യു റെഡി വീഡിയോ യേ come on. ഉയരെ പറക്കാം. Super boys and girls. ഇത് ചിറകടിച്ചു ഉയരും കാലം ഉയരങ്ങളിൽ പറക്കും കാലം ഇത് ചിറകടിച്ചു ഉയരും കാലം ഉയരങ്ങളിൽ പറക്കും കാലം ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ മേലെ ഉയരെ 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 ഞാൻ പറക്കും 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 ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ Yes, come on everyone. മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ മേലെ ഉയരെ 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 ഞാൻ പറക്കും 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 ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ வனாந்தரத்தை சுட்டும் நாட்கள் முடிந்து விட்டது மதில்களை நான் தாண்டும் நேரம் வந்து விட்டது வனாந்தரத்தை சுட்டும் நாட்கள் முடிந்து விட்டது மதில்களை நான் தாண்டும் நேரம் வந்து விட்டது உன்னதரின் மகிமை என்
എന്മേലുദിത്തതാൽ சிறகடித்து பறந்திடுவே உன்னதாரின் மகிமை என்னேலுதித்ததால் சிறகடித்து பறந்திடுமே மேலே உயரே 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 நான் பறப்பேன் 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 உன்னதாரின் மகிமை என் மேலுதித்ததால் சிறகடித்து பறந்திடுவே உன்னதாரின் மகிமை என் மேலுதித்ததால் சிறகடித்து பறந்திடுவே மேலே உயரே 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 நான் பறப்பேன் 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 बोलो यीशु मसीह की, बोलो यीशु मसीह की, ईश्वर के बोलो यीशु मसीह की, once again बोलो यीशु मसीह की, yes, okay, super സൂപ്പർ Action. സൂപ്പർ ആക്ഷൻ. ബണ്ണിക്ക് നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം ബണ്ണി ഭയങ്കര ഹാപ്പിയാ, ബണ്ണിക്ക് ഹാപ്പിയായി, സന്തോഷമായോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നുണ്ടെങ്കിൽ ശിഖലയായി Super, Suhadi, super. സൂപ്പർ ആണല്ലോ. ഓ നല്ലൊരു കൈയടി നമ്മൾ ബണ്ണിക്ക് കൊടുക്കുന്നു. നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. യെസ്. അപ്പൊ മക്കളെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നോ? ഹാപ്പി ആയിരുന്നോ? ബണ്ണിയുടെ കൂടെ ഡാൻസ് ചെയ്ത് ഹാപ്പി ആയിരുന്നോ? ബണ്ണിയോട് ഒന്ന് പറഞ്ഞേ, ഇനിയും വരാൻ പറഞ്ഞേ. Come again പറ. Come again. Come again. അപ്പോൾ നല്ലൊരു താങ്ക്സ് നമ്മുടെ ബണ്ണിയോട് പറയുന്നു. ഓക്കെ, ബണ്ണി പറയാ സമയമായി. ഇനി വേറൊരു VBS കൂടെ പോണം. അവിടുത്തെ കുറച്ച് ദൂരെ വേറെ അപ്പുറത്ത് നമ്മുടെ കവലയിൽ ഒരു VBS നടക്കണ്ട, അവിടെ പോണം. അപ്പൊ നല്ലൊരു ബായ് പറഞ്ഞേ ബണ്ണിയോട്. കുഞ്ഞുങ്ങളൊരു ബായ് പറഞ്ഞേ. ബായ് ബണ്ണി, താങ്ക് യു. Dance. ഇനിയും ഡാൻസ് ചെയ്യണം. വേണോ? ഡാൻസ് വേണം, വേണം. ഇനിയും ഡാൻസ് വേണോ ബണ്ണി? ബണ്ണിക്ക് ഭയങ്കര വിഷമം, ഒരു ഡാൻസ് കൂടെ വേണമെന്ന്. അപ്പൊ ബണ്ണി എനിക്ക് ഏത് ശാലയാ, ഏത് സോങ്, വിച്ച് സോങ്? നിങ്ങളോട് ചോദിക്കാൻ ഒരു പാട്ട്, ഏത് ഇഷ്ടമായ പാട്ട്? ആഹാ, ഹാപ്പിയാ. ഓ ബണ്ണി ഹാപ്പിയാ. അപ്പൊ നമ്മൾ ഒരു സോങ് കൂടെ ഒരുമിച്ച് കളിക്കുന്നു. ആര് റെഡിയാ? യെസ്. അപ്പൊ നമ്മൾ വേഗം സോങ്ങിലേക്ക് പോകുന്നു. ഹാപ്പിയാ. ആരും ഇവിടെ വന്ന് കളിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ വേഗം ഫ്രണ്ടിലേക്ക് വരുന്നു. ഹാപ്പിയാ. യെസ്, വേഗം വരുന്നു, വേഗം വരുന്നു. Come on. ആഹാ 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 ഹാപ്പിയാ. ഓഹോ 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 ഹാപ്പിയാ. ആഹാ ആഹാ എന്നും ഞാൻ ഹാപ്പിയാ. ഓഹോ ഓഹോ എന്നും ഞാൻ ഹാപ്പിയാ. അരികിലുണ്ടേശു എന്നും എൻ കൂടെ, ഒപ്പവും എപ്പോഴും നല്ലൊരു സഖിയായി. കൂടെയുണ്ടെന്നും കൈവിടില്ലെന്നും വാക്കു തന്നപ്പനായി എന്നും എൻ കൂടെ. ആര് മറന്നാലും ആര് വെറുത്താലും ആര് തള്ളിയാലും എന്നും ഞാൻ ഹാപ്പിയാ. ആര് കൂടില്ലേലും ആര് മിന്നിച്ചാലും ആര് മിണ്ടില്ലേലും എന്നും ഞാൻ ഹാപ്പിയാ. ലാ 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 ലാ. ലാ 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 ലാ. ഓ ലാ 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 ലാ. യെസ്. കൂടെ നിന്നവരും കൂടെ വന്നവരും കൂടെ നടന്നവരും
കുടിലേലും ഹാപ്പിയാ. നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കുടിലേലും ഹാപ്പിയാ. കൂടെ നിന്നവരും കൂടെ വന്നവരും കൂടെ നടന്നവരും കുടിലേലും ഹാപ്പിയാ. നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കുടിലേലും ഹാപ്പിയാ. സീറോ ആയ ഞാൻ നേരെ നിന്നതും ഹീറോ ആയ യേശു വന്നതാലേ. സ്വന്തം ജീവനും തന്നതപേക്ഷയും ചേർത്തു എന്നെ സ്വന്തം മകളാക്കി. സീറോ ആയ ഞാൻ നേരെ നിന്നതും ഹീറോ ആയ യേശു വന്നതാലേ. സ്വന്തം ജീവനും തന്നതപേക്ഷയും ചേർത്തു എന്നെ സ്വന്തം മകനാക്കി. ലാ 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 ലാ. ബണ്ണി പറയാൻ ടൈം ആയി. എല്ലാവരും ബൈ പറഞ്ഞേ. നല്ലൊരു ബൈ പറഞ്ഞേ. നല്ലൊരു നല്ലൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു ബണ്ണിക്ക്. അയ്യോ വിഷമാവുന്നു, ബണ്ണിക്ക് വിഷമാവുന്നു. ഓക്കെ ബണ്ണി, ഒരു ലാസ്റ്റ് ചോദ്യം. ബണ്ണി നമ്മളെ ചോദിക്കുന്നു, ആരെ ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ചു? ഓക്കെ, ഒരു ഓരോ ശല്യം ബലയാ. ബോയ്സും ഗേൾസും സൂപ്പറായിട്ട് കളിച്ചെന്നാ പറയുന്നേ. സന്തോഷമില്ലേ? ഗേൾസിന് ഭയങ്കര സൂപ്പർ. താങ്ക് യു ബണ്ണി, താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ ബൈ. ഇനി അടുത്ത ബൈ ബൈ. നല്ലൊരു ബൈ കൊടുത്തേ. നല്ലൊരു ബൈ 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 ബണ്ണി. ബൈ ബൈ. ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ബൈ പറയുന്നു. ബൈ ബൈ. താങ്ക് യു ബണ്ണി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബണ്ണിക്ക് ഭയങ്കര വിഷമം, പക്ഷെ ബണ്ണിക്ക് വേറൊരു വീഡിയോസ് ഉണ്ട്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കോമൺ സെഷൻ അനുഗ്രഹത്തോടെ നടക്കുവാൻ ദൈവം സഹായിച്ചല്ലോ, അതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കടന്നു പോകുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കണമേ. ലീഡേഴ്സിനെ അനുഗ്രഹിക്കണമേ. പാസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ. എക്സൽ ടീമിനായി സ്തോത്രം ചെയ്ത് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടല്ലോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഉറക്കൊരു ആമേൻ പറയുന്നു. ഉറക്കൊരു ആമേൻ പറയുന്നു. ഒന്നുകൂടെ ആമേൻ പറയുന്നു. ഓക്കെ, ഇനി
മാരാമൺ ചർച്ച് നടക്കുന്ന UPF VBS ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ VBS ആൻഡ് സീ വാട്ട്സ് ഗോയിങ് ഓൺ. മാരാമൺ IPC ചർച്ച് കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് നമ്മുടെ VBS നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ VBSൽ നമ്മുടെ ഗസ്റ്റ് പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ ശിബുനടിയിലെ പാസ്റ്റർ മാൻഡി നമ്മളോടൊപ്പം ഉണ്ട്. ഈ VBSനെ കുറിച്ച് നല്ല റെസ്പോൺസ് പാസ്റ്റർ ഇപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദീർഘമായ വർഷങ്ങളായി ബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് എക്സൽ VBS. ഈ മാരാമൺ സഭയുടെ ചുമതലയിൽ കമ്പാഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം 500-ലധികം കുട്ടികൾ ഇവിടെ VBSന് സ്ഥിരമായി സംബന്ധിച്ചു വന്നു. എന്നാൽ ചില വർഷങ്ങളായി ഇപ്പോൾ കമ്പാഷൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെടുകയും കോവിഡിൻ്റെ മറ്റ് പ്രയാസങ്ങൾ കൊണ്ട് VBS ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവും ദൈവകൃപയാൽ VBS നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഈ വർഷം എക്സൽ VBS 5 ദിവസങ്ങളിൽ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാംസ് അവതരിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. എക്സൽ VBSന് പ്രത്യേക ദൈവത്തിൻ്റെ നിയോഗവും ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പുമുള്ള ഒരു പ്രസ്ഥാനമാണ്. അവരിലൂടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകൾ, പുതുപുത്തൻ ആശയങ്ങളുള്ള കഥകൾ, നർമ്മപ്രധാനമായ സ്ക്രിപ്റ്റുകൾ ഇതെല്ലാം അവതരിപ്പിക്കാൻ കർത്താവ് സഹായിച്ചു. ഈ പ്രസ്ഥാനം അനേക കുഞ്ഞുങ്ങളെ നേരായ വഴിയിൽ നടത്തുവാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആൻറ്റി രണ്ട് വാക്ക് നമ്മളോടിപ്പം പറയുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എക്സൽ മിനിസ്ട്രീസിൻ്റെ VBS ഞങ്ങൾക്ക് പുതുമയല്ല, വർഷങ്ങളോളം പരിചയമുള്ള ഒരു മിനിസ്ട്രീസാണ്. വിനുവും പ്രീതിയും കുഞ്ഞുങ്ങളും അതുപോലുള്ള കൂടെയുള്ള എല്ലാ സ്റ്റാഫുകളും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇത് ലീഡ് ചെയ്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ് അവർക്ക് വളരെ ഇൻട്രസ്റ്റും പ്രചോദനവുമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു. നല്ല പാട്ടുകൾ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ സ്റ്റാഫുകളും അവരുടെ കഴിവിന് പരമാവധി അവരിതിനകത്ത് അവരുടെ എല്ലാ എഫേർട്ടും എടുത്ത് അവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്യുവാൻ അവരെ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വളരെ സന്തോഷമായിരുന്നു. VBS തീരരുതേ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. ഇതുവരെയും ഓരോ ദിവസത്തെ VBSും ഏറ്റവും എക്സലൻ്റ് എന്ന് വേണം പറയുവാനും. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പാട്ട് പഠിപ്പിക്കുന്നതും അവരുടെ ഗെയിമും എല്ലാം വളരെ ഭംഗിയായിരുന്നു. ഈ മിനിസ്ട്രീസിനെ, എക്സൽ മിനിസ്ട്രീസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഡുവേഴ്സ് ക്ലാസ്സിനെ പഠിപ്പിക്കുന്ന സൈച്ചാൻ ഇപ്പം നമ്മളോട് VBSൻ്റെ റെസ്പോൺസ് പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ ചർച്ചിൽ വെച്ച് നടന്ന ഈ നല്ല VBS, എക്സൽ VBSൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നല്ല VBS ഏറ്റവും അനുഗ്രഹമായിട്ടാണ് ഈ പ്രാവശ്യം നടന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിൽ കുഞ്ഞുങ്ങൾ കുറവായിരുന്നെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് നടന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ 5 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവരെ ഞാൻ പഠിപ്പിച്ച പാഠങ്ങൾ അവർക്ക് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് പറയില്ല, അവർക്ക് നന്നായി മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ആൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ മനഃപ്പാഠ വാക്യങ്ങളായാലും ഏറ്റവും നന്നായിട്ട് സിമ്പിളായിട്ടുള്ള പാഠപദ്ധതികളാണ് എക്സൽ VBS തയ്യാറാക്കിയിരിക്കുന്നത്. അത് കുഞ്ഞുങ്ങൾക്ക് അത് ഹൃദയങ്ങളിൽ പതിയുവാനും ദൈവവചനം അത് മനസ്സിലാക്കുവാനും ഇടയായിട്ടുണ്ട്. ദൈവം എക്സൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും ഞാൻ ഈ സമയത്ത് നേരുന്നു. ഗോഡ് ബ്ലസ് യു. VBS എങ്ങനെ ഉണ്ടായിരുന്നോ? പൊളിയായിരുന്നു. അടുത്ത ആള് VBS എങ്ങനെ ഉണ്ടായിരുന്നോ? നല്ല VBS ആയിരുന്നു. എല്ലാവർക്കും എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അവധിക്കാലത്ത് നല്ല സന്തോഷമായിരുന്നു. കുറേ നാൾക്ക് ശേഷം കഴിഞ്ഞ VBSന് പോകുന്നത്. പക്ഷേ ഇതൊരു പൊളി VBS ആയിരുന്നു, നല്ലൊരു VBS ആയിരുന്നു. യൂഷ്വലി VBS എല്ലാം ഭയങ്കര ബോറിംഗ് ആണ്, പക്ഷേ ഇത് നെക്സ്റ്റ് ലെവലായിരുന്നു. സൂപ്പറായിരുന്നോ? അടിപൊളിയായിരുന്നു. എൻജോയ്. ഓക്കെ, താങ്ക് യു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഞങ്ങളുടെ മാരാമൺ സഭയിൽ നടക്കുന്ന ഈ എക്സൽ VBS കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഏറ്റവും അനുഗ്രഹവും സന്തോഷവും കുഞ്ഞുങ്ങൾക്കെല്ലാം അറിവും അപ്പോൾ തന്നെ വിനോദവും അപ്പോൾ തന്നെ കർത്താവിനെ കണ്ടെത്തുന്ന അനുഭവങ്ങളും ഈ എക്സൽ VBSിലൂടെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതിന് ഡയറക്ടേഴ്സായി പ്രവർത്തിക്കുന്ന, നേതൃത്വം പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഓരോ പ്രായത്തിലുള്ള അവരുടെ ആ സാഹചര്യങ്ങൾ കണ്ട് അവരുടെ അവസ്ഥകൾ കണ്ട് നല്ലൊരു കരിക്കുലമാണ് ഈ വർഷം ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു കാലത്ത് കുഞ്ഞുങ്ങൾ ശ്രേഷ്ഠരായി മാറുവാൻ ഈ VBS നിമിത്തം ഇടയായി.
ഞങ്ങളുടെ എല്ലാ ദൈവസഭയുടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും സൺഡേ സ്കൂളിൻ്റെയും PIPയുടെയും എല്ലാ ആശംസകളും അനുമോദനങ്ങളും എക്സൽ VBSനെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയോടെ ഞങ്ങൾ ശക്തമായിട്ട് ഇവിടെ VBS നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ സുമിത് നമ്മളോടൊപ്പം ചേരുന്നു. പാസ്റ്റർ, ഈ VBS എങ്ങനെ ഉണ്ടായിരുന്നു? ഈ VBS ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എക്സൽ ടീം അവരെ ഏറ്റവും മനോഹരമായ നിലയിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ടീമാണ്. ആ ടീം ഞങ്ങളുടെ സഭയിൽ കടന്നു വന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഏറ്റവും സന്തോഷമായിരുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ ചെയ്യുവാൻ, പാട്ടുകൾ പഠിപ്പിക്കുവാൻ, ഡാൻസുകൾ ചെയ്യിപ്പിക്കുവാൻ ഒക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്യുവാൻ അവരെ ദൈവം സഹായിച്ചു. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹകരണങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മാരാമൺ സഭയുടെ എല്ലാ ആശംസകളും എക്സൽ ടീമിന് അറിയിക്കുന്നു. സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ VBS നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ VBSനെ കുറിച്ച് നല്ല റെസ്പോൺസ് ഒന്ന് പറയാമോ? ഇപ്രാവശ്യത്തെ VBS എല്ലാം കൊണ്ടും വളരെ നല്ല VBS ആണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് പലയിടത്തുനിന്ന് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടി. ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ആക്ടിവിറ്റീസ്, നല്ല പാട്ടുകൾ, നല്ല ആക്ഷൻ സോങ്സ്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല പാഠങ്ങൾ, പിള്ളേർക്ക് ഓരോ ദിവസം കഴിയുന്നൊരു ഇൻട്രസ്റ്റ് കൂടി വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പിള്ളേരുമായിട്ടുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ നന്നായിട്ട് തന്നെ ഇവിടുത്തെ വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എക്സലിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ടവരത് നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വരാനുള്ളൊരു താല്പര്യം, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. VBSന് ഇങ്ങനെ വരാൻ ഇത്രയും ഇൻട്രസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് ഞങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഓരോ ദിവസവും പുതിയ ആക്ടിവിറ്റീസ്, അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും വരുന്ന വർഷക്കാലവും ഇതിലും വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ, ആക്ഷൻ സോങ്ങുകൾ, ആക്ടിവിറ്റീസൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എക്സലിൻ്റെ എല്ലാ മിനിസ്ട്രിയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്രാവശ്യം പഠിപ്പിക്കാനുള്ള പാഠങ്ങളെല്ലാം നല്ലതായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരുന്നു. 1ാം പാഠം മുതൽ അവർക്ക് എല്ലാ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളും പ്രയോജനപ്പെടുന്നതായിരുന്നു. ഓക്കെ. പിന്നെ ആക്ഷൻ സോങ്ങൊക്കെ നല്ലതായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ഓക്കെ. VBS എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സൂപ്പറായിരുന്നോ? VBS എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആക്ഷൻ സോങ്ങൊക്കെ സൂപ്പറായിരുന്നു. പാട്ടൊക്കെ നല്ല വൈബായിരുന്നു. എപ്പോഴും ഇനി വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ തന്നെ വരണം. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം നമുക്ക് VBS വേണം. ഓക്കെ, ശരി, താങ്ക് യു. ഹലോ, VBS ഒക്കെ അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യത്തെ നല്ല ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. ഡാൻസസൊക്കെ ഏറ്റവും നല്ല രീതിയിലായിരുന്നു. അപ്പോൾ ആക്ടിവിറ്റീസും ഗെയിംസിലൊക്കെ പോയിന്റ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയ അടികളൊക്കെ വെരി ആക്റ്റീവ് ദിസ് ടൈം. ഒത്തിരി നല്ല അഭിപ്രായം എനിക്ക്. ഇറ്റ് വാസ് വെരി നൈസ് ഓവറോൾ. താങ്ക് യു. മോളെ VBS എങ്ങനെ ഉണ്ടായിരുന്നോ? സൂപ്പറായിരുന്നോ? സന്തോഷമായിരുന്നോ? ആക്ഷൻ സോങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? നല്ലതായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുവാ? ആക്ഷൻ സോങ്ങും ഗെയിമും. പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടു. ഗസ്റ്റ് ഒക്കെ ആരായിരുന്നു വന്നേ? ജോബി ചേട്ടൻ. ജോബി ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് വന്നില്ലായിരുന്നോ? ഗസ്റ്റ് റോണി ഇഷ്ടപ്പെട്ടോ? പിന്നെ വേറെ ആയിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നേ? ബണ്ണി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സൂപ്പറായിരുന്നു. ഓക്കെ. ഈ ഒരു എക്സൽ VBSന്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു VBS, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത് മറ്റേ ജോബി അങ്കിൾ വന്നിട്ട് റോണിനെയും കൊണ്ട് വന്നു. അതൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. കുഞ്ഞി പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ അതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയായിരുന്നു. വന്ന ടീച്ചേഴ്സ് എല്ലാം, പ്രീതി ചേച്ചി, ബിനു അങ്കിൾ, അനിൽ അങ്കിൾ, ഇവരെയൊക്കെ എനിക്ക് കുഞ്ഞിലേ തൊട്ട് അറിയാം. ഭയങ്കര സന്തോഷമായിരുന്നു. താങ്ക് യു ഫോർ ഗിവിംഗ് us a wonderful experience. എല്ലാ ദിവസവും ഈ VBSന് ഞങ്ങൾ കടന്നു വന്നു. അത് ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നിരുന്നു. ഈ വർഷത്തെ VBS ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെ ഇത് പങ്കെടുക്കാനിടയായി തീർന്നു. പ്രത്യേകിച്ച് എക്സൽ ടീമിൻ്റെ VBS വളരെ അനുഗ്രഹമായിരുന്നു. അതിന് സഹകരിച്ച എല്ലാ ടീച്ചേഴ്സിനോടും കുട്ടികളോടുള്ള നന്ദി പറയുന്നു. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു VBS ആയിരുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വർഷത്തെ എക്സൽ VBS ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ബുധനാഴ്ച തൊട്ട് ഈ ദിവസം വരെയും എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സും ഒരുപോലെ എക്സൽ മിനിസ്ട്രി ഗ്രൂപ്പുമായിട്ട് ചേർന്ന് സഹകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നു. എക്സലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതിനു മുമ്പ് അനുഗ്രഹമായിട്ട് നടന്നിട്ടുണ്ട്. എക്സലിൻ്റെ VBS ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതും വെച്ച് നോക്കുമ്പോൾ ഇതും ഏറ്റവും നല്ലത് തന്നെയാണ്. അവർ ദൈവം അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാഠഭാഗങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായിരുന്നു. താങ്ക് യു.
VBS വളരെ അനുഗ്രഹമായിരുന്നു. കാരണം ഒരു സ്പിരിച്വൽ ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് പാട്ടിലാണെങ്കിലും ആക്ഷനിലാണെങ്കിലും എല്ലാം ഫീൽ ചെയ്തു. അതുപോലെ ഇവിടെ പഠിപ്പിച്ച പാട്ടുകളെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് വല്ലാത്തൊരു കാലം, ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാം പാട്ടാണെങ്കിലും വാക്യം പഠിപ്പിക്കുന്നതിലും എല്ലാത്തിലും വ്യത്യസ്തമായിട്ടൊരു സ്പിരിച്വൽ ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്യാനിടയായി. ദൈവം തീർച്ചയായും ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല VBS ആയിരുന്നു. കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനത്തെ ദൈവം പിന്നെയും മുൻപോട്ട് കൊണ്ടുപോകാൻ ഓർക്കുമ്പോഴൊക്കെ ഞാനും പ്രാർത്ഥിക്കാം. സീക്കേഴ്സ് ക്ലാസ്സിൻ്റെ ടീച്ചറാണ് ടീച്ചർ ആൽബി. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം നന്നായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചർ നമ്മുടെ VBSന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ച VBS? ഈ വർഷത്തെ VBS അടിപൊളി VBS ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാട്ടും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ നമ്മുടെ കുട്ടികളെല്ലാം നല്ല ആക്റ്റീവായിരുന്നു. ഇതുപോലെ വൈബുള്ള മക്കളെ ഞാൻ കണ്ടിട്ടില്ല. മീൻസ് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം നല്ല എല്ലാ ദിവസത്തെ വാക്യം എനിക്ക് അന്ന് തന്നെ പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനത്തെ പിള്ളേരായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അടുത്ത വർഷം ഞാൻ എല്ലാ വർഷവും VBS പഠിപ്പിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഈ വർഷത്തെ VBS അടിപൊളിയായിട്ട് തോന്നി. VBS എങ്ങനെ ഉണ്ടായിരുന്നോ? നല്ലായിരുന്നു. VBS എങ്ങനെ ഉണ്ടായിരുന്നോ? സൂപ്പറായിരുന്നോ? സീക്കേഴ്സ് ക്ലാസ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ എല്ലാം ഇരിക്കുന്നത്. സജി വർഗീസ് ബ്രദറാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. സാർ, ഈ നമ്മുടെ ഈ ആഴ്ചത്തെ VBS എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഗ്രഹമായിരുന്നു ഈ VBS. കുഞ്ഞുങ്ങൾക്ക് പിന്നെ വചനം പഠിക്കുവാനും നല്ല ആക്ടിവിറ്റീസ് ചെയ്യുവാനും ഈ VBS വളരെ കൂടുതൽ പിന്നെ അനുഗ്രഹിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റേ പാട്ടുകൾ അതുപോലെ തന്നെ പാട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് നല്ല പാട്ട് പഠിക്കുവാൻ നല്ല ആക്ടിവിറ്റീസൊക്കെ പിന്നെ ഈ VBSൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ സാധിച്ചു. അതുപോലെ ഈ VBS കുഞ്ഞുങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. തുടർന്നും ഇങ്ങനെയുള്ള VBSകൾ എല്ലാ വർഷവും കടന്നു വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ജനറേഷനിൽ നല്ലതും തീയതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഫോണിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയും അല്ലാത്ത കാര്യങ്ങളും എല്ലാം എക്സൽ VBS ഒരു പുതിയ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും നാളും വന്ന VBC വെച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ VBS. എന്നുവെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് VBC പോയിട്ടുണ്ട്. എന്നാലും ഇത്രയും ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഇത്രയും ഞാൻ ആ കൂട്ടുകാരോട് അങ്ങനെ എനിക്കൊരു നാണമായിരുന്നു. ഇവിടെ വെച്ച് ഞാൻ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ വർഷത്തെ അനുഗ്രഹിക്കപ്പെട്ട VBS എക്സൽ VBS നടന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അനുഭവിക്കാൻ സഹായിച്ചു. ഈ പ്രാവശ്യത്തെ VBS ഏറ്റവും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അടിച്ചു പൊളിച്ച് അവരെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു പാട്ടുകൾ പഠിക്കുവാനും ആക്ഷൻ കാണിക്കുവാനും ഒക്കെ സഹായിച്ചു. അവരെ ദൈവകൃപയിലേക്ക് നടത്തുന്ന വചന ശുശ്രൂഷയും കേൾക്കുവാനായിട്ടും അത് അനുഭവിക്കുവാനും കുഞ്ഞുങ്ങൾ സമർപ്പിക്കപ്പെടുവാനും ഇടയായി തീർന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എക്സൽ മിനിസ്ട്രിയോടുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിക്കുന്നു. നമ്മുടെ VBS ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡേഴ്സ് നടത്തുവാനിടയായി. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പാട്ടും ആക്ഷൻ സോങ്ങും ഗെയിമുകളും എല്ലാം കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഞാൻ പല കുഞ്ഞുങ്ങളോടും തിരക്കിയപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അതേക്കുറിച്ച് ഞാനിന്ന് ഓരോ കുഞ്ഞുങ്ങളോട് അഭിപ്രായം ചോദിക്കും. അപ്പോഴെല്ലാം അവരെ ഏറ്റവും എക്സൽ VBSൻ്റെ പ്രോഗ്രാംസ് ഏറ്റവും നന്നായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമായിരുന്നു ഇപ്രാവശ്യത്തെ VBS. അതിന് പ്രത്യേകിച്ച് ലീഡേഴ്സിനെല്ലാം നന്ദി പറയുന്നു. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫൈൻഡേഴ്സ് ക്ലാസ്സിൻ്റെ ടീച്ചറാണ് ടീച്ചർ ലിൻഡ. ടീച്ചറോട് നമ്മൾ ചോദിക്കുന്നു, ടീച്ചർ ഈ ഒരാഴ്ച VBS എങ്ങനെ ഉണ്ടായിരുന്നു? VBS സൂപ്പറായിരുന്നു. സൂപ്പർ അല്ലായിരുന്നോ VBS? സൂപ്പറായിരുന്നു പറഞ്ഞേ മക്കളെ. VBS സൂപ്പറായിരുന്നോ? സന്തോഷമാണോ? ഓക്കെ, താങ്ക് യു.